ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ 8ൻ്റെ പണിയാണ് കേട്ടോ ഇത്. മിച്ചർ മീനെന്ന് പറഞ്ഞു. അപ്പോൾ മിച്ചറെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എടുക്കാൻ പറഞ്ഞു. ബാക്കി മീനെല്ലാം നല്ല വിലയായിരുന്നു. ഏതെങ്കിലും വിലക്കുറവുള്ള മിച്ചർ മീനായിരുന്നു എങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ മീനാണെന്ന് അറിഞ്ഞില്ല ഞാൻ. ഇതെങ്ങനെയാണ് വെട്ടുന്നതെന്ന് തന്നെ എനിക്ക് ആകെ ടെൻഷനാണ്. കിളിമീൻ്റെ ഒരു ഐറ്റമൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് എനിക്ക് വെട്ടാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പൊളിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. പൊളിച്ചെടുത്തപ്പം വലിയൊരു മീനിനെ പൊളിച്ച് വന്നപ്പോഴത്തേനും ഒരു ശകലം മീനേ ഉള്ളൂ. ആ അവസ്ഥയായിപ്പോയി. ഇതേ കണ്ടോ, അത്യാവശ്യം മുഴുത്തൊരു മീനാണ്. ഞാൻ പൊളിച്ച് വന്നപ്പോഴത്തേനും ഈ കോലമായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ പൊളിക്കലൊക്കെ നിർത്തി ചെതുമ്പൽ കളഞ്ഞ് വെട്ടിയെടുത്തു. ഇങ്ങനെയാണ് ഈ മീൻ വൃത്തിയാക്കി എടുക്കുന്നത് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ വൃത്തിയാക്കിയെടുത്തു. ശേഷം അതൊന്ന് മുളക് കറി വെച്ചെടുത്തിട്ടുണ്ട്. എന്നും കറി വെക്കുന്ന പോലെ തന്നെയാണ് കറി വെച്ചത്. അതാണ് വീഡിയോ എടുത്ത് കാണിക്കാത്തത്. ഒരു 5-6 മീനെടുത്തേ കറി വെച്ചുള്ളൂ. കറി വെക്കാനെടുത്തതിൽ കൂടുതൽ ഞാൻ വറക്കാനെടുത്തു. കാരണം എനിക്കിത് കറി വെച്ചാൽ എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ഞാൻ വറക്കാനായിട്ട് മാറ്റി വെച്ചു. പുരട്ടിയെടുത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാണ് ഞാൻ വറുത്തെടുത്തത്. മീനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. കറിയാണെങ്കിലും വറുത്തതാണെങ്കിലും. പക്ഷേ മീൻ വെട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീൻ വെട്ടിയപ്പോൾ തന്നെ മുള്ളൊക്കെ കൈ കൊണ്ട് കയറാനുള്ള മസാലയൊക്കെ പുരട്ടിയപ്പോൾ നല്ലതുപോലെ കൈ നീറുമായിരുന്നു. അത്രയ്ക്ക് തന്നെ മുറിഞ്ഞിട്ടുണ്ട്. മീൻ കറിയൊന്നും ആർക്കും ചോറിന് കൊടുത്തു വിടണ്ടായിരുന്നു. എന്നാൽ മീൻ വറുത്തത് കൂട്ടിയാണ് കൊടുത്തു വിട്ടത്. എന്നിട്ട് രണ്ട് മക്കളെ ഇറക്കിക്കൊണ്ട് വരുവാണ് ബസ്സിന് കയറ്റി വിടാനായിട്ട്. ആ പോകുന്ന വഴി തന്നെ ഞാനങ്ങ് കാട് കുറച്ച് വീശിയാണ് പോകുന്നത്. കാരണം 10-15 മിനിറ്റ് നേരത്തെ ഇറങ്ങിയിരിക്കുന്നത്. കൊങ്ങണി കാടാണ് കേട്ടോ കൂടുതലും. അതുകൊണ്ട് തന്നെ മീൻ വെട്ടി മുറിഞ്ഞതിൻ്റെ ബാക്കി കാട് കൊണ്ടൊക്കെ കുത്തി കയറി ബാക്കിയും കൂടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. എന്നാലും അതൊന്നും കാര്യമാക്കാതെ കുറേയേറെ വെട്ടി മാറ്റുവാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മക്കൾ വരുന്ന കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാട് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പതിയെ ഇറങ്ങി താഴെ പോയി നിൽക്കുന്നുണ്ട് വണ്ടി കയറാനായിട്ട്. എനിക്ക് അവരെ കാണുകയും ചെയ്യാം, കാട് വീശുകയും ചെയ്യാം. അതുകൊണ്ട് വരുമ്പോൾ അവർ തന്നെ കയറി പൊയ്ക്കോളും. അങ്ങനെ മക്കളെയൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്ന് നേരെ ഏലത്തിലോട്ട് ഇറങ്ങി. ഇന്ന് ഏലത്തിന് മരുന്നൊഴിച്ച് കൊടുക്കണം. ഏലത്തിൻ്റെ പണികളൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുമായിരുന്നു. ഇന്ന് തൊട്ട് തുടങ്ങിയാലേ ഏകദേശമൊക്കെ നല്ല മഴയാകുമ്പോഴത്തേക്ക് തീരുള്ളൂ. ഞാനല്ലേ ചെയ്ത് കുറേശ്ശെ ചെയ്യുള്ളൂ. പെട്ടെന്ന് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കുകയില്ല. എന്നാൽ ഇന്നിവിടെ മരുന്ന് കലക്കി ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കണം. ഏകദേശം 60 മൂട് ചെടിയോളമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളത് കൊണ്ട് തന്നെ ദാണ്ട ഏലമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഈ നിൽക്കുന്ന ഏലം പോയെന്ന് കരുതിയതാണ്. ദാണ്ട അതിന് പതിയെ ചിമ്പൊക്കെ വരുന്നുണ്ട്. അതും നല്ല ഒരു 2-3-4 മൂട് പോയെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് നിർത്തിയതാണ്. പക്ഷേ അതിനെയൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി കേട്ടോ. വളരെ നന്നായിട്ട് തന്നെ അത് കയറി വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറമ്പൊക്കെ ഒന്ന് നിരീക്ഷിച്ച് ഇനി മരുന്ന് ഒഴിച്ചു കൊടുക്കാനുള്ള പരിപാടി നോക്കണം. ഇടയ്ക്കിടയ്ക്ക് മഴയും വെയിലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏലത്തിന് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂവൊക്കെ കുറച്ചേ ഉള്ളൂ, എന്നാലും പൂവിട്ട് വരാൻ തുടങ്ങി. കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. ഞാൻ പറഞ്ഞില്ലേ, ദിവസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ ഏലത്തിന് മുഴുവനായിട്ട് വന്ന് റൗണ്ട് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം വരുന്ന മാറ്റങ്ങൾ എനിക്കറിയാം. കഴിഞ്ഞ ഇടയിലൊന്നും ഒരു പൂ പോലും ഉണ്ടാകാൻ നിന്നൊരു ഏലമാട്ടോ ഇന്ന് കണ്ടു നോക്കുമ്പോൾ കുറേയേറെ പൂവായ ഏലത്തേലുണ്ട്. ഇനിയും കറങ്ങി തിരിഞ്ഞ് ഏലം കണ്ടുകൊണ്ട് നിന്നാൽ ഉച്ച കഴിഞ്ഞ് മഴയായിരിക്കും. അതിന് മുമ്പ് ഇതൊക്കെ കലക്കി ഒഴിച്ച് കൊടുക്കണം. ഈ മരുന്ന് കലക്കി വന്നപ്പോഴാണ് മനസ്സിലായത് മോട്ടറിന് അടിച്ചു കൊടുക്കാമെന്നുള്ളതേ ഉള്ളായിരുന്നു. എങ്കിൽ കാക്ക പോയി. എനിക്ക് മോട്ടർ ശരിക്കും സെറ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല. എല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ടിട്ടാണ് പോയിരുന്നെങ്കിൽ ഞാനതിനെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. വേണമെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുത്ത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത്രയും സമയം പോവും. അതുകൊണ്ട് തന്നെ ഞാനിതാണ്ട് കോരി ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഓരോ ചെടിയുടെ അകത്തും പുറത്തും കിട്ടുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കോരി ഒഴിക്കണം. ആ എടുക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല മരുന്ന് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. എങ്കിലും എടുക്കാൻ മാത്രമേ ഞാൻ ആളെ നിർത്തുകയുള്ളൂ. ബാക്കി എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യും. മുൻപുള്ള വീഡിയോകളിലെല്ലാം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഏലത്തിൻ്റെ ഒരു പണിയും എനിക്കറിയില്ലായിരുന്നു. വാപ്പച്ചി എനിക്ക് ഏലം വെച്ച് തരുമ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നിന്നിട്ടുണ്ട്. ഞാൻ വാപ്പച്ചിയോട് തന്നെ പറഞ്ഞു, വാപ്പച്ചി എനിക്കിതിൻ്റെ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പച്ചി പറഞ്ഞു, മോള് ടെൻഷൻ അടിക്കണ്ട, കാരണം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. വാപ്പച്ചിയുടെ അടുത്ത് അവിടെ ചെയ്തിട്ട് തിരിച്ച് കയറി വന്ന് വാപ്പച്ചിയും കൂടി ഇവിടെ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. ആദ്യം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും ഏലത്തിൻ്റെ ചെയ്ത് നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട് പഠിക്കും. എങ്കിലും ഇതിൻ്റെ മരുന്നോ വളങ്ങളോ അങ്ങനെയുള്ളതൊന്നും ഒന്നും കറക്റ്റായിട്ട് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോരുത്തരോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കിയാണ് മരുന്നും വളമൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം ചില ഏലങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം മരുന്നടിക്കാൻ താമസിച്ചത് കൊണ്ടാണ് തട്ട ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നത്. നമ്മൾ കറക്റ്റ് 21 ദിവസം കൂടുമ്പോൾ 21-ാം പൊക്കം 29-ാം പൊക്കം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മരുന്ന് ഒഴിച്ച് കൊടുക്കുന്നതാണ്. എന്നാൽ കുറേയേറെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. ആ കടുത്ത വേനൽ ഒരുപാട് ഏലം നശിപ്പിച്ച് കളഞ്ഞത് കൊണ്ട് തന്നെ എല്ലാം വൃത്തിയാക്കി പെറുക്കി വന്നപ്പം 10-35 ദിവസമൊക്കെ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് തട്ടകൾ ഒടിഞ്ഞു കിടപ്പുണ്ട്. ഇനിയും മുടങ്ങാതെ തന്നെ 21 ദിവസം നോക്കി മരുന്നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കയറി വരാവുന്നതേ ഉള്ളൂ.
മരുന്നടിക്കുന്നതിന് ഉഴപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഏലം നല്ലതുപോലെ പിടിച്ച് കിട്ടത്തില്ല. തണ്ടുപുഴു കയറി അതിനെ നശിപ്പിച്ച് കളയും. തണ്ട് തുരപ്പൻ എന്ന് പറയും, തണ്ടുപുഴു എന്നല്ല, തണ്ട് തുരപ്പൻ. കറക്റ്റ് അത് ഏലത്തട്ട ഒടിച്ച് കളയും. ഏലത്തിന് മരുന്ന് കലക്കി ഒഴിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഏലം എവിടെ നിൽക്കുമോ അവിടെ ഏറ്റവും നടുക്കായിട്ട് കൊണ്ടുപോയി ടാങ്ക് വെച്ച് മരുന്ന് അവിടെയാണ് കലക്കുന്നത്. ഇനി ഈ സൈഡിലെ ഏലം ഏകദേശം കഴിഞ്ഞു. ഇനി മുകളിലത്തെ ഏലവും പിന്നെ കുറച്ച് ഏലം ഇപ്പുറ സൈഡിൽ അങ്ങനെയൊക്കെ ഉള്ളൂ. എന്നാലും ടാങ്ക് എടുത്തുകൊണ്ട് പോകണം. ഒരു 3-4 മൂട ഏലവേ ഈ സൈഡിലായിട്ടുള്ളൂ. ഇനി ഇവിടെ വെച്ച് മരുന്ന് കലക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും പാടായിട്ട് മാറും. അതുകൊണ്ട് തന്നെ സൗകര്യം നോക്കി ഞാൻ ടാങ്ക് മുകളിലേക്ക് കൊണ്ടാണ് ഇനി ഏലത്തിന് മരുന്ന് കലക്കി കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഏലത്തിനിടയ്ക്ക് നിൽക്കുന്ന ഒരു പ്ലാവാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇത് ആദ്യമായിട്ട് കായ്ച്ചത്. അപ്പോൾ ഇതിലെ ചക്ക കഴിക്കാൻ പറ്റില്ലെങ്കിലും താഴെ വീണ് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വരിക്കയും കൂഴയും കൂടെ ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നിറയെ ചക്കയുണ്ട്. ആദ്യം ഞാൻ വെട്ടിക്കളയാനായിട്ട് ഇറങ്ങി വന്നതാണ്. ഏലത്തിൻ്റെ മണ്ടയിൽ വന്ന് വീഴും, മഴയൊക്കെ ആകുമ്പോൾ ചക്കയൊക്കെ വീണ് ചീയും എന്നൊക്കെ ഓർത്ത്. പക്ഷേ ഈ വർഷം ചക്ക മുഴുവനെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചക്കകൾ നിൽക്കട്ടെന്നോർത്തു. പഴുക്കുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ഏലത്തിൻ്റെ മണ്ട വീഴാതെ എങ്ങനെ ഇട്ട് മാറ്റണം. ഇതാണ്ട് അടുക്കള സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ മരുന്ന് കൂട്ടുന്നത്. അതിനുവേണ്ടി നമ്മുടെ പൈപ്പിൽ നിന്ന് വെള്ളം കണക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓസ് ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. ഇനി മരുന്നൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞ് ടാങ്ക് നിറയുന്ന സമയം വരെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കും. മടുത്തു പോയെന്ന് പറയാം കേട്ടോ. ഒരു സൈഡ് തീർന്നപ്പം ഏകദേശം 10-35 ഏലത്തിൻ്റെ ചുവട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഏലത്തിന് 7 ലിറ്റർ കിട്ടുന്ന രീതിയിൽ ഒഴിക്കാനാണ് പറഞ്ഞതെങ്കിൽ ചെറിയ മൂട് ഏലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അധികം ഒഴിക്കേണ്ടതായിട്ടില്ല. പിന്നെ 10 ലിറ്റർ ഒഴിക്കേണ്ട ഏലങ്ങളും ഉണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒഴിക്കും. ഇങ്ങനെ 2-3 ടാങ്ക് മരുന്ന് കലക്കേണ്ടി വരും. അങ്ങനെ ട്രിമ്മ് നിറയാനായിട്ട് വന്നിരുന്നതാണ് കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇവിടെ ഒരു കപ്പളങ്ങ ഇരിപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മക്കളുള്ള ദിവസം വളം കലക്കി ഒഴിച്ചാൽ മതിയായിരുന്നെന്ന് തോന്നിപ്പോയി. കാരണം നമുക്ക് കുടിവെള്ളം പോലും എടുക്കാനായിട്ട് അകത്ത് കയറാനൊരു നിവൃത്തിയില്ല. അല്ലെങ്കിൽ കൈ മുഴുവൻ തേച്ച് കഴുകി ഒന്നേന്ന് പോയി കയറണം. പിന്നെയും മരുന്നടിക്കാനുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. അത്യാവശ്യം കൈ മാത്രം ഒന്ന് കഴുകി ഒരു കപ്പളങ്ങ ഇവിടെ ഇരുന്നു. അതൊന്ന് പൂളി തിന്നുന്നതാണ്. നല്ല സൂപ്പർ കപ്പളങ്ങ ആയിരുന്നു കേട്ടോ. മോൾ ഇവിടെ വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു വൈകിട്ട് വന്നിട്ട് കഴിക്കാനായിട്ട്. നല്ല പഴുത്ത് പോയി. അതുകൊണ്ട് തന്നെ സ്പൂണിൽ കോരി തീറ്റേ നടക്കുകയുള്ളൂ. അങ്ങനെ കപ്പളങ്ങയൊക്കെ വാരിക്കോരി തിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ടാങ്ക് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ഏലം നനയ്ക്കാനായിട്ട് പോയി. ഇനി ഏലം മുകളിലോട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ. മുകളിലോട്ട് തൂക്കിക്കൊണ്ട് 2 ബക്കറ്റ് കൊണ്ടുപോകുക എന്നുള്ളത്. കയറ്റമായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മടുത്ത് പോകും. അതിൻ്റെ കൂടെ ഒരേപോലെ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് കൈക്ക് വേദനയായിരിക്കും വൈകിട്ട് ഒരു കൈ മാത്രം തൂക്കിയെടുത്ത്. അതുകൊണ്ടാണ് ഒരേപോലെ 10 ലിറ്ററിൻ്റെ ബക്കറ്റ് 2 കൈകളിലായിട്ട് എടുക്കുന്നത്. ഏലം നോക്കണേ കുറച്ചൊന്ന് കഷ്ടപ്പെടണം കേട്ടോ. ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല. ഞാൻ നോക്കിയിട്ട് എനിക്കിഷ്ടമാണ്. ഇതൊക്കെ എൻജോയ് ചെയ്ത് തന്നെ ഞാൻ ചെയ്യും. പറഞ്ഞില്ല, വീട്ടിലെ കുഞ്ഞു മക്കളെ നോക്കുന്ന പോലെ തന്നെ ഏലം നോക്കണം. എന്നും അതിൻ്റെ അടുത്ത് ചെല്ലണം, പരിചരിക്കണം. അങ്ങനെയാകുമ്പോൾ തന്നെ ഏലത്തെക്കുറിച്ച് നമുക്ക് ഒരുവിധം അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഏലത്തിന് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് അടുക്കളയിലെ മക്കളുടെയും പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-20 മൂട് ഏലം നമുക്ക് നോക്കാനായിട്ട് പറ്റുമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ഞാൻ ചെയ്തതുകൊണ്ടാണ്. ആദ്യം ഏലം വെക്കുമ്പോൾ എനിക്ക് ഇത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഏലത്തിൽ നിന്ന് ഇങ്ങനെ വരുമാനം കിട്ടും, അല്ലെങ്കിൽ ഏലം ഇത്രയും നന്നായിട്ട് നോക്കാൻ പറ്റുമെന്നൊക്കെ. ആദ്യത്തെ കുറച്ച് നാൾ ഞാനും ഉഴപ്പി പറഞ്ഞായിരുന്നല്ലോ. പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ മരുന്നടിക്കുമ്പോൾ സ്പ്രെയർ ബോട്ടിലിൽ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പലപ്പോഴും എനിക്ക് മടിയായിട്ട് അടിക്കാതൊക്കെ വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത പറമ്പിലെ ഏലം നോക്കുന്ന അണ്ണൻ അവരുടെ പറമ്പിലെ ഏലത്തിന് മരുന്നടിച്ച ശേഷം ബാക്കി കൊണ്ടുവന്ന് എൻ്റെ ഏലത്തിനും കൂടെ അടിച്ചിട്ട് പോകുമായിരുന്നു കേട്ടോ. അത് ഞാൻ പലപ്പോഴും അറിയുക പോലും ഇല്ല. ഒരു ദിവസം മരുന്നടിക്കുന്ന പോലെ ഒച്ച കേട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അണ്ണൻ ഇടയ്ക്ക് അടിക്കുന്നത് കൊണ്ടാണ് ഇത് ഒടിഞ്ഞു വീഴാത്തതെന്നൊക്കെ. ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇതെന്താ എൻ്റെ തണ്ടുതുറപ്പം വരാത്തതെന്നൊക്കെ. അപ്പോൾ അവിടുത്തെ മാമി പറയുന്നുണ്ടായിരുന്നു, മരുന്നടിക്കുമ്പോൾ നിനക്കൂടെ അടിക്കുകൂടി, നീ കുഞ്ഞു ബോട്ടിലായിട്ട് നടന്ന് വെറുതെ കഷ്ടപ്പെടേണ്ട. കാരണം ഈ കുഞ്ഞു ബോട്ടിലോട്ട് 20 മൂട് അടിക്കാനായിട്ട് ഏകദേശം 2-3 മണിക്കൂർ എടുക്കും. ഒരു ലിറ്ററിൻ്റെ ബോട്ടിലല്ലേ ഇത്. 5 ലിറ്റർ വെള്ളം മതിയായിരുന്നു അന്ന് എനിക്ക്. പക്ഷേ ഈ ബോട്ടിൽ അടിച്ചടിച്ച് സമയം പോവും. അതിനുശേഷം ഞാൻ ഏലം കൂടുതൽ വെച്ചപ്പോഴത്തേനും ഒരു തോൾ പമ്പ് വാപ്പച്ചിയുടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് അടിച്ചുകൊണ്ടേ ഇരുന്നു. അത് കേടായപ്പം എനിക്ക് അടിമാലിയിൽ നിന്ന് മാഹീൻ കൊച്ചത്ത ആട്ടുപമ്പ് കൊണ്ടു തന്നു. ആട്ടുപമ്പിൽ അടിക്കണ 2 പേര് വേണം. അതിൻ്റെ ഒരു മെനക്കേടൊക്കെ ഓർത്ത് സീഡ് സൊസൈറ്റിയിൽ നിന്നും നമുക്ക് സബ്സിഡിക്ക് മോട്ടർ കിട്ടുമെന്നറിഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ കൈവശമുള്ള ഈ ഒരു മോട്ടോർ പമ്പ് എടുത്തേക്കുന്നത്. പെട്രോളിൻ്റെ മോട്ടോർ പമ്പാണെന്നേ ഉള്ളൂ. എന്നാലും അതാണ് നല്ലത്, കറണ്ട് നോക്കി നിൽക്കണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുവാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാനേ ഞാൻ പറയുള്ളൂ.
ആദ്യത്തെ ഒരു 15 മൂഡ് നോക്കി വരുമാനം വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ഏലം വെക്കണമെന്ന് ആഗ്രഹിച്ചതും അത് വെച്ചതും പിന്നീട് അതിനെ നോക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചതും. ഞാൻ ഇനിയും പറയാം, അടുക്കളയിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാവുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് പിന്നെയും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഏലത്തിൻ്റെ വളമൊഴുപ്പും പണിയെല്ലാം നമ്മുടെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം മരുന്നൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇനി കിടന്ന് ഞാൻ റെസ്റ്റ് എടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ബാക്കി വിശേഷങ്ങളുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അടുക്കളയിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനം കാണിച്ചു തരാം. അൺബോക്സിങ് വീഡിയോ ഒന്നും അല്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ കുടുംബമൊക്കെ ആണെങ്കിൽ, ഞങ്ങളെപ്പോലെ 4 പേരൊക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ ഇത്രയും മതിയായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ വലിയ ടിന്നുകൾ നോക്കി വാങ്ങിക്കാനായിട്ട് നോക്കണം. ഞങ്ങൾക്കിത് മതി, ധാരാളമാണ്. ഞാനിത് കണ്ടിഷ്ടപ്പെട്ട് തന്നെ വാങ്ങിച്ചതാണ്. വീട്ടിലെ നാത്തൂൻ ഫസീന വാങ്ങിച്ചിട്ടുണ്ട്. അവൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ എനിക്കിത് യൂസ്ഫുള്ളായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത്. ഇതിൻ്റെ വലിയ ടിന്നും വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള ടിന്ന് നോക്കി വാങ്ങിക്കണം. ചെറുതാണേലും വലുതാണേലും ക്വാളിറ്റി കുറഞ്ഞത് നോക്കി വാങ്ങിക്കില്ല. നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇരിക്കും. അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല. ഞങ്ങൾ നല്ലതാണ് വാങ്ങിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലതാണ് വാങ്ങിച്ചേക്കുന്നത്. കടുക്, ജീരകം, ഉലുവ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ ടിന്നുകളാണ്. ഇവിടെ ഞാൻ കേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം അടുക്കളയിൽ ഇല്ലാത്തത് കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ടിന്നുകളൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന വെച്ചിട്ട്. അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ ചെന്നും ഫസീന വാങ്ങിച്ചു വെച്ചേക്കുന്നത് കണ്ടപ്പോൾ ഉപയോഗം നല്ലതുപോലെ ഉണ്ടെന്ന് കണ്ടപ്പോഴും എന്നാൽ ഒരെണ്ണം വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചു. ഇതിൻ്റെ പല ക്വാളിറ്റിയിലുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ക്വാളിറ്റിയുള്ള ടിന്നുകൾ തന്നെ വാങ്ങിക്കണം എന്ന്. ഒരുപാട് നിരത്തി വെച്ചേക്കുന്ന ആ സ്ഥലമൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് കുറച്ച് ഭാഗമല്ലേ പോവുള്ളൂ. ഇത് നമ്മൾ ടിന്നിങ്ങനെ അടുക്കി വെച്ചേക്കുമല്ലേ. അതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. എനിക്ക് അടുക്കളയ്ക്കകത്ത് വളരെയധികം സ്പേസ് കുറവാണ്. അപ്പോൾ ഉള്ള സ്പേസ് വെച്ചിട്ട് കേക്കിൻ്റെ സാധനങ്ങളൂടെ വെക്കണം. അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. ഇത് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓരോ ടിന്നുകളിൽ നിന്നൊക്കെ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും താമസിച്ചത്. ഇതിൻ്റെ പല കളറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കളർ കണ്ടപ്പോഴത്തേനും നല്ല ഭംഗി തോന്നി. ഒട്ടിച്ചെല്ലാം സെറ്റ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞാണ് കേട്ടോ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തത്. കാരണം പഴയ ടിന്നിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിവാക്കണമായിരുന്നു. കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ദാണ്ട് സെറ്റ് ചെയ്തെടുത്തത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്നാലും നല്ല സൂപ്പറാട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. കണ്ടോ, ഇങ്ങനെ കറക്കി എടുക്കാം. അതുപോലെ തന്നെ ഇനി എല്ലാ സാധനങ്ങളും നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി, തേയിലപ്പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, പഞ്ചസാരയൊക്കെ നമുക്ക് വലിയ ടിന്നിലേക്ക് ഇടണം. ചെറിയ ടിന്നിലിട്ട് കഴിഞ്ഞാൽ തികയില്ല. ഉപയോഗ സാധനങ്ങളായതുകൊണ്ട് നമ്മൾ വലിയ ടിന്നിലിടുന്നുണ്ട്. പിന്നെ ഇത് നട്ട്സാണ്, കേക്കിൻ്റെയാണ്. ഇതിൽ നിന്ന് മാറ്റണം. ഇതിൽ കണ്ണ് വെച്ച് തുറക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നേരമായി പറ്റാതെ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഞാൻ മാറ്റും. പിന്നെ ഇത് എനിക്ക് വേറെ സൈസ് കാപ്പിപ്പൊടിയാണ് കേട്ടോ. ഉലുവ പൊടിച്ചിട്ടത്, അത് സ്പൈസി ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കാപ്പിപ്പൊടി ഇത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മൈ കാപ്പിപ്പൊടി എന്നുള്ള സിമ്പൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത് കാക്കും ഇത് ഉപയോഗിക്കത്തില്ല. ഞാൻ വല്ലപ്പോഴേ കാപ്പി ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ പോയിട്ട് മഞ്ഞൾപ്പൊടി. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് ഉലുവ, ചെറിയ ജീരകം, പെരുംജീരകം, ഏലയ്ക്ക, കടുക്, പരിപ്പ്, വൻപയർ, ചെറുപയർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിലേക്കുള്ളൂ. 3, 6, 2, 8 താഴെ 8 മേളിലും കൊള്ളും. അപ്പോൾ 16 സാധനങ്ങൾ തന്നെ നമുക്കിതിൽ കൊള്ളുന്നുണ്ട്. എന്താണെങ്കിലും സംഭവം സൂപ്പറാണ്. കുറച്ചേ കൊള്ളുകയുള്ളൂ. ഒരു കുഞ്ഞു വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത്രയുള്ള ടിന്ന് മതി. അല്ല, വലിയ വീടുകളൊക്കെ ആണെങ്കിൽ ടിന്ന് വലുത് കിട്ടുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. എനിക്കറിയത്തില്ല, ഞാനിത് മതിയെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയതാണ് വലിയ ടിന്ന്. അപ്പോൾ എനിക്ക് അത്രയും ഒരു ഭംഗി തോന്നിയില്ല. ഇത്രയും ഭംഗി വലിയ ടിന്നുകൾക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ആവട്ടെ എന്ന് കരുതി മാത്രം കാണിച്ചതാണ്. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.